ഓക്കെ, ഞാൻ പെട്ടെന്ന് പറയാം. അവർ കേസ് ഈസ് അബൌട്ട് എ 60-year-old മെയിൽ who is a farmer, resident of Idiki, lower socioeconomic status. He presented the pain in the right lower abdomen for 2 weeks with the presence of lump in the right lower abdomen for 1 week. He had history of fever and loose stools for 2 days, and now he has generalized weakness and loss of appetite. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് റൈറ്റ് ലോവർ അബ്ഡമിനിൽ പെയിൻ വന്നായിരുന്നു. ഒരാഴ്ച കൊണ്ട് അവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ 2 സിംറ്റംസ് മാത്രമേ ഉള്ളൂ, ഫീവർ ആൻഡ് ലൂസ് stools ഉണ്ട്. The patient was apparently well 2 weeks back when he developed abdominal pain, which is acute in onset and rapidly progressive. Patient was initially felt diffusely around the umbilicus, then later shifted to the right lower abdomen in the same day and got localized there. Pain was sharp and colicky in nature, exacerbated with the walking and coughing. Pain was not radiating and was very severe, for which he had taken over-the-counter medication. Pain improved and became dull-looking and diffused over the right lower abdomen. പെയിൻ ഈസ് നോട്ട് റിലേറ്റഡ് ടു ഫുഡ് ഇൻടേക്ക്. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി ഇത്രയേ ഉള്ളൂ. 2 വീക്സ് മുമ്പ് പേഷ്യൻറ്റിന് ഒരു കുഴപ്പമില്ലായിരുന്നു, റൈറ്റ് ലോവർ അബ്ഡോമൻ പെയിൻ വന്നു പെട്ടെന്ന്. അപ്പോൾ അദ്ദേഹം മെഡിക്കൽ സ്റ്റോറിൽ പോയി അതിന് മരുന്ന് മേടിച്ചു. ആദ്യം അത് അംബ്ലിക്കേസിന് ചുറ്റും വന്നു, പിന്നെ അത് റൈറ്റ് ലോവർ അബ്ഡമിലോട്ട് ലോക്കലൈസ് ചെയ്തു. അപ്പോൾ പെയിൻ ഭയങ്കര ഷാർപ്പായിരുന്നു, കോളിക്കി ക്രാമ്പി ടൈപ്പ് ഓഫ് പെയിൻ ആയിരുന്നു. കോളിക്കി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഭയങ്കര പെട്ടെന്ന് അക്യൂട്ട് ഓൺസെറ്റ് ആയിട്ടൊരു പെയിൻ വരും, ദെൻ ഇറ്റ് ഹാസ് എ സഡൻ പീക്ക്, then it will have a small plateau and then it disappears after some time. അതാണ് കോളിക്കി പെയിൻ. എന്നിട്ട് വാക്ക് ചെയ്യുമ്പോഴും കഫ് ചെയ്യുമ്പോഴേക്കും ആ പെയിൻ കൂടുമായിരുന്നു. പെയിന് റേഡിയേഷൻ ഒന്നും ഇല്ലായിരുന്നു, മെഡിസിൻ എടുത്തപ്പോൾ അതങ്ങ് മാറി. മനസ്സിലായോ? എന്നിട്ട് പെയിൻ പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ആയി റൈറ്റ് ലോവർ അബ്ഡമിലോട്ടൊക്കെ മാറി. എന്നിട്ട് ഫുഡ് ഇൻടേക്കോട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു സംഭവിച്ചിരുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു ലംബ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈ നോട്ടീസ് ലംബ് ഓർ ദ റൈറ്റ് ലോവർ അബ്ഡമൻ വിച്ച് ഇസ് ഇൻസിഡൻസ് ഇൻ ഓൺസെറ്റ് ആൻഡ് പ്രോഗ്രസീവ് ആൻഡ് അറ്റൈൻ ദ പ്രസന്റ് സൈസ് ഓഫ് ഹിസ് പാം ഇൻ ദ ലാസ്റ്റ് 1 വീക്ക്. അപ്പോൾ കൈയുടെ അത്രയും സൈസിൽ ഒരു ലംബ് റൈറ്റ് ലോവർ അബ്ഡമിൽ പ്രത്യക്ഷപ്പെട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയുണ്ട്? നൗ ഹി ഹാസ് എപ്പിസോഡ്സ് ഓഫ് ഫീവർ. Now he has episodes of fever up to 2 days, which settles with the medication reaching up to 101 degrees Celsius, Fahrenheit, with associated sweating and myalgia. Patient also has multiple episodes of loose stools up to 4 times per day over the last 2 days. അപ്പോൾ പേഷ്യൻറ്റിന് ഇത്ര ഹിസ്റ്ററി ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും പേഷ്യൻ്റ് ആദ്യത്തെ ടൈമിൽ പറയാൻ പറ്റുമോ? വാട്ട് വാസ് ദ ഡയഗ്നോസിസ് ഓഫ് ദിസ് പേഷ്യൻറ്റ് 2 weeks ബിഫോർ? ആരെങ്കിലും അഡ്മിറ്റ് ചെയ്ത് പറയാമോ? ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഹിസ്റ്ററി. ഇതിനകത്തെല്ലാം മനസ്സിലാവും. പേഷ്യൻ്റ് എന്ത് അസുഖമായിരുന്നായിരിക്കും 2 ആഴ്ച കൊണ്ട്? appendicitis. ആ, യെസ്, ഗുഡ്. പേഷ്യൻ്റ് ആയിട്ട് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് 2 weeks ബാക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ഉണ്ടായി, പക്ഷെ അത് കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ പതുക്കെ പതുക്കെ അവിടെ നിന്നൊരു ലംബ് ഉണ്ടായി. അപ്പോൾ അതാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെ ലംബ് ഉണ്ടായി കാണും? ഒന്നെങ്കിൽ അപ്പൻഡിക്സ് പെർഫറേറ്റഡ് ആയിട്ട് അവിടെ ഒരു കളക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പൻഡിക്സ് ഇൻഫ്ലേംഡ് ആയതുകൊണ്ട് ബവൽ മൊത്തം കൂടെ ചെന്നിട്ട് ഫ്ലെഗ്മോൺ ഉണ്ടായി കാണും. അപ്പോൾ അതാണ് ഒന്നെങ്കിൽ ഇറ്റ് ക്യാൻ മീൻ അപ്പൻഡിക്കുലർ ലംബ് ഓർ എൻ അപ്പൻഡിക്കുലർ ആപ്സിസ്. അതായിരിക്കും നമ്മുടെ ഹിസ്റ്ററി അനുസരിച്ച് നമുക്ക് വേറൊരു സാധനം നമുക്ക് വരുന്നത് വരുന്നില്ല. പിന്നെ നെഗറ്റീവ് ഹിസ്റ്ററി നമ്മൾ ചോദിക്കും, നോസ്റ്റേ വോമിറ്റിംഗ് ഓർ നോസിയ, നോസ്റ്റേ അനോറക്സിയ. നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ ട്യൂബർകുലോസിസും മലിഗ്നൻസി ഒന്നും ഇല്ലാന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നെഗറ്റീവ് ഹിസ്റ്ററി നമ്മൾ ചോദിക്കുന്നു. ഹെമറ്റമസിസോ മലിനം എന്ന് വെച്ചാൽ ഓൾറെഡി ബവലിനകത്തൊരു സിംറ്റം ഉള്ളപ്പോൾ നമ്മൾ ബാക്കി സിംറ്റംസ് ചോദിക്കണം. വോമിറ്റിംഗ് ചോദിക്കണം, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഹെമറ്റമസിസ് മലിനം ചോദിക്കണം, ബവലിൽ പ്രശ്നം വരുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ചോദിക്കാം, യൂറിനറി സിംറ്റംസ് വെച്ചാൽ ഡിസ്യൂരിയ, ഫ്രീക്വൻസി ഓർ ഹെമറ്റൂരിയ. ഓൾറെഡി അവിടെ എന്തുണ്ട്, യൂറേറ്ററും കൂടെ ഉള്ള സ്ഥലമല്ലേ റൈറ്റ് ഇലെ ഫോസിൽ. അപ്പോൾ കിഡ്നിയുടെ യൂറേറ്ററിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ലെന്ന് റൂൾ ഔട്ട് ചെയ്യണം. അബ്ഡമൽ പെയിൻ സിമിലർ എപ്പിസോഡ്സ് ഇല്ലായിരുന്നു റൂൾ ഔട്ട് ചെയ്യണം. പാസ്റ്റിൽ വെയിറ്റ് ലോസ് ഒന്നും ഇല്ല, ഈവനിങ് റൈസ് ടെമ്പറേച്ചർ ഒക്കെ ട്യൂബർകുലോസിൻ്റെ ഫീച്ചറാണ്. ട്രോമ ഇല്ലാന്ന് ചോദിക്കണം. ക്രോണിക് ബവൽ ഡിസീസ്, നമുക്ക് ഇലിയൽ റീജിയനിൽ കൂടുതൽ ക്രോൺ ഡിസീസ് ഒന്നും ഇല്ലാതെ റൂൾ ഔട്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്നത് ക്രോണിക് ബവൽ ഡിസീസ് ഒരു ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ് പ്രയർ ടു ദിസ് ഇൽനെസ് ഒക്കെ ക്രോൺ ഡിസീസിൻ്റെ ഫീച്ചറാണ്. യെല്ലോ ഡിസ്കളറേഷൻ എന്ന് പറഞ്ഞാൽ മേ ബി കാർസിനോമ സീക്കം വന്നിട്ട് എന്താ ലിവർ മേറ്റ്സ് ഉള്ള പേഷ്യൻ്റ് ആണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ യെല്ലോ ഡിസ്കളറേഷനോ ജോണ്ടിസ് എല്ലാ കേസസിലും ചോദിക്കും. യെല്ലോ ഡിസ്കളറേഷനോ വൈസ് അബ്ഡമൻ എല്ലാത്തിലും ചോദിക്കുക. നോ ഹിസ്റ്ററി ഓഫ് ഹീമോടൈപ്സിസ്. മനസ്സിലായി? അതും ട്യൂബർകുലോസിസ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ബേസിക്കലി നമ്മൾ റൈറ്റ് ഇലെ ഫോസിൽ ഒരു കേസ് ഇടും, അതിൻ്റെ ബാക്കി DDസും കൂടെ വെച്ച് നമ്മൾ നെഗറ്റീവ് ഹിസ്റ്ററി ചോദിക്കും. പക്ഷേ നമ്മുടെ മെയിൻ DD എന്ന് വെച്ചാൽ എന്തായിരിക്കണം? രണ്ടെണ്ണേ ഉള്ളൂ ഇവിടെ. ഒന്നെങ്കിൽ ഇരിക്കാനും അപ്പർട്ടിക്കുലർ ആപ്സിസ് ഓർ അപ്പർട്ടിക്കുലർ ലംബ്. പാസ്റ്റ് ഹിസ്റ്ററിയിൽ റെലവൻ്റ് ആയിട്ടൊരു കാര്യങ്ങളും ഇല്ല, നമുക്ക് ആവശ്യമില്ല. പേഴ്സണൽ ഹിസ്റ്ററിയിലും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആകെ വിളിച്ച് ബവലാൻ ബ്രാബിസ് നോർമൽ ബിഫോർ 2 weeks. നൗ ഇറ്റ് ഈസ് ഹാവിംഗ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ലൂസ് ടൂൾസ്. ഓക്കെ, ഫാമിലി ഹിസ്റ്ററിയിലും റെലവൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല, ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററിയിലും റെലവൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. സമ്മറി ഓഫ് ഹിസ്റ്ററി എടുക്കുമ്പോൾ 60-year-old ജെന്റിൽമാൻ വിത്തൗട്ട് എനി കോമോഡിറ്റീസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് പാസ്റ്റ് പേഴ്സണൽ ഫാമിലി ഹിസ്റ്ററി, പ്രസൻസ് ഓഫ് കംപ്ലയിൻസ് ഓഫ് അക്യൂട്ട് ഓൺസെറ്റ് അബ്ഡമിനൽ പെയിൻ ഫോർ 2-week ഡ്യൂറേഷൻ, ഇനിഷ്യലി പെരിഅംബ്ലിക്കൽ വിത്ത് സബ്സിക്വന്റ് മൈഗ്രേഷൻ ഇൻ റൈറ്റ് ലോവർ കോട്ടൺ ആൻഡ് ലേറ്റർ ബിക്കം ഡള്ളക്കിംഗ് ലോക്കലൈസ്ഡ്. പെയിൻ വാസ് aggravated by movement and cuffing and was not full related. He developed a progressive enlarging right iliac fossa, intermittent fever up to 101 degree Fahrenheit with myalgia and multiple episodes of loose stools. ഇപ്പോൾ നോ ഹിസ്റ്ററി ഓഫ് വെയിറ്റ് ലോസ്, ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ് ഓർ അതർ സ്വെല്ലിങ്സ് ഇൻ ദ ബോഡി. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് എൻ അപ്പൻഡിക്കുലർ പത്തോളജി അല്ലേ. സോ വി ക്യാൻ സേ ഇറ്റ് ഇസ് എൻ അപ്പൻഡിക്കുലർ മാസ് ഓർ അപ്പൻഡിക്കുലർ ആപ്സസ്.
ബാക്കി ഡീറ്റെയിൽസും നമുക്ക് എഴുതാൻ പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് സ്പേസ് ഇട്ടേക്കുന്നത്. അപ്പം ബേസിക്കലി ഇറ്റ് ഇസ് എൻ അപ്പൻഡിക്കുലർ മാസ് ഒരു അപ്പൻഡിക്കുലർ ആബ്സസ്. പിന്നെ അദ്ദേഹം വീണ്ടും ചോദിച്ചാൽ നമുക്ക് പറയാം ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് അപ്പൻഡിക്സിൻ്റെ ഭാഗത്ത് എന്ത് വന്നാലും റൈറ്റിലെ ഫോസിൽ എന്ത് ഡയഗ്നോസിസ് വന്നാലും നമുക്ക് ഇലിയോസിക്കൽ ട്യൂബർകുലോസിസ് ഡി ഡി ആയിട്ട് പറയാം. പിന്നെ റെയർ കേസിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബിൻ ഇലിയോസിക്കൽ മാലിനൻസി വിത്ത് പെർഫറേഷൻ. സോസ് ആപ്സിസ് വരാൻ ട്യൂബർകുലോസിസ് ആണുള്ളത്, ക്രോൺസീസ് വരാം, സീക്കൽ ഡയബറ്റിക്കുലൈറ്റിസ് ഒക്കെ വരാം. പക്ഷെ അതൊക്കെ ചോദിക്കുവാണെങ്കിൽ മാത്രം പറഞ്ഞത്. പക്ഷേ ഈ കേസിൽ അപ്പൻഡിക്കുലർ മാസ് ഒരു അപ്പൻഡിക്കുലർ ആബ്സസ് മാത്രമേ ഉള്ളൂ ഡി ഡി ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് അപ്പൻഡിക്കുലർ മാസ് ഒരു അപ്പൻഡിക്കുലർ ആബ്സസ് നമുക്ക് ഹിസ്റ്ററി ഓഫ് അപ്പൻഡിസൈറ്റിസ് വെച്ച് പറയാൻ പറ്റും. ഇലിയോസിക്കൽ ട്യൂബർകുലോസിസ് ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് സ്റ്റിൽ വേണമെങ്കിൽ പറയാം. ക്രോൺ ഡിസീസ് ഇൻവോൾവിംഗ് ടെർമിനലിയം പണ്ട് ഒരുപാട് കാണുമായിരുന്നു, ഇപ്പം അങ്ങനെ കാണാറില്ല. അതും ഇതേ കൂട്ട് സിമിലർ സിംറ്റംസ് ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യും, മാസ്, ലോ ഗ്രേഡ് ഫീവർ, ഡയറിയ ഒക്കെ വരാം. സീക്കൽ ഡയബറ്റിക്കുലൈറ്റിസ് സീക്കത്തിനകത്ത് വരുന്ന ഇതാണ്, ഇതും അക്യൂട്ട് അപ്പൻഡിസൈറ്റിസിൻ്റെ ഒരു ടി ഡി ആണ്. ഇലിയോസിക്കൽ മാലിനൻസി മേ സംടൈംസ് പ്രസന്റ് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ്, സോസസും വരാം. അപ്പം ഡി ഡി ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഹയസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഫോർ അപ്പൻഡിക്കുലർ മാസ്, ദെൻ ഫോർ അപ്പൻഡിക്കുലർ ആബ്സസ്. എക്സാമിനേഷൻ ചെയ്യും, ഫീമെയിൽ അറ്റൻഡൻ്റ്, മെയിൽ പേഷ്യൻ്റ് മെയിൽ അറ്റൻഡൻ്റെ കൂടെ എക്സാമിൻ ചെയ്യും. ജനറൽ എക്സാമിനേഷനകത്തൊന്നും ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, കർണോസിസ് സ്കെയിൽ 70 ആണ്. കാരണം ഈ എന്താണ് കെയറിങ് ഫോർ സെൽഫ് ബട്ട് അൺഎബിൾ ടു ക്യാരി നോർമൽ ആക്ടിവിറ്റീസ് ഓർ ഡു ആക്റ്റീവ് വർക്ക്. ഇപ്പം മോസ്റ്റ്ലി നമ്മുടെ അബ്ഡമൽ കേസസ് ഒക്കെ 70-60 ഉള്ള പേഷ്യൻസ് ആയിരിക്കും നമുക്ക് കൊടുത്തേക്കുന്നത്. 60 താഴെയുള്ള പേഷ്യൻസിന് നമുക്ക് എക്സാമിന് വെക്കാറില്ല, ഭയങ്കര സിക്കായി പോകും ആ പേഷ്യൻസ്. മാലിനൻസി ആണ് നമ്മുടെ കേസെങ്കിൽ നമുക്ക് ECG സ്കോർ വെച്ച് പറയാമായിരുന്നു. വൈറ്റൽസ് എടുക്കുമ്പോഴും പേഷ്യൻറ്റിന് പൾസ് റേറ്റ് കൂടുതൽ, അപ്പോൾ ഒരു ടാക്കിക്കാർഡി ഉണ്ട്, വിച്ച് മീൻസ് ഈസ് ഹാവിങ് സം ഇൻഫ്ലമേഷൻ ഇൻ ദ ബോഡി അല്ലേ. BP നോർമലാണ്, അഫെബ്രൈൽ, റെസ്പിറേറ്ററി റേറ്റ് 40 സൈക്കിൾസ് ആണ്. ഓക്കെ, അബ്ഡമൽ എക്സാമിനേഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അബ്ഡമൻ എക്സാമിനേഷൻ എന്തൊക്കെ നമ്മൾ 5-6 ലൈൻസ് പറയും. ഫസ്റ്റ് എന്ന് പറയുക അബ്ഡമൻ നേരെ നോക്കുമ്പോൾ അബ്ഡമൻ ഈസ് ഫ്ലാറ്റ്. അബ്ഡമൻ ക്യാൻ ബി ഫ്ലാറ്റ്, പ്രൊട്രൂബറൻ്റ് ഓർ കോൺകേവ് ഷേപ്ഡ് അല്ലേ. അപ്പോൾ അബ്ഡമൻ ഇവിടെ ഫ്ലാറ്റ് ആണ്, ഡിസ്റ്റൻഡ് ഒന്നുമല്ല. അംബ്ലിക്കസ് മിഡ്ലൈനിൽ തന്നെ ആണല്ലോ, അതിന് ഇൻവേർട്ടഡ് ആണ്, എവേർട്ടഡ് അല്ല. ഇനി നോ അൺഗോർജ്ഡ് ഓർ ഡൈലറ്റഡ് വെയിൻസ്, അബ്നോർമൽ ആർട്ടിക്കൽ പൾസേഷൻ, വിസിബിൾ പെരിസ്റ്റാലിസിസ് ഒന്നും ഇല്ല. ബൈലാറ്ററൽ ഫ്ലാങ്സ് ആർ ഫുൾ വിത്ത് റൈറ്റ് സൈഡ് ഫുൾനെസ് മോർ ദാൻ ദി ലെഫ്റ്റ് സൈഡ്. നമുക്ക് കണ്ടുകൂടെ ഇവിടെ റൈറ്റ് സൈഡിൽ കുറച്ചുകൂടെ ഫുൾനെസ് ഉണ്ട് കമ്പയർഡ് ടു ദ ലെഫ്റ്റ് സൈഡ്. റീനൽ ആംഗിൾസ് നോർമലാണ്, ഇവിടെ വേറെ ഒന്നുമില്ല, ഫുൾനെസ് ഒന്നുമില്ല കിഡ്നിയുടെ ഭാഗത്ത്. റെനൽ ഓറിഫൈസ് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒന്നും ജെനിറ്റിയിലേക്ക് നോർമലാണ്. സുപ്രാ ക്ലവിക്കുലർ ഫോസ ഫുൾനെസ് ഒന്നുമില്ല. സ്കിൻ ഓവർ ദ ലംബ് അപ്പിയർസ് നോർമൽ, ഡോ സൈഡസോ ഡിസ്ചാർജ് ഓവർ ദ ലംബ് നോട്ടർ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് അപ്പച്ചനാണെങ്കിൽ വേദന പറഞ്ഞതും ഇത് പറഞ്ഞതും മുഴയുണ്ടെന്ന് പറഞ്ഞതും ആ ഒരു ഭാഗത്തൊരു ഫുൾനെസ് മാത്രമേ വേറൊരു കാര്യം ഇൻസ്പെഷ്യലി കാണാൻ പറ്റത്തില്ല. പാൽപേഷൻ എടുക്കും, ദർ ഈസ് ലോക്കൽ റൈസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദ റൈറ്റ് ലിയർ ഫോസ റീജിയൻ. നമ്മൾ ടെൻഡർ ലംബ് നമുക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ലംബ് ഈസ് ടെൻഡർ ഇൻ അവർ കേസ്. അപ്പോൾ ടെൻഡർ ലംബ്സ് നമുക്ക് നോർമലി എക്സാമിന് വെക്കാറില്ല. അപ്പം ഈ ഒരു കേസ് ടെൻഡർ ലംബ് നമ്മൾ കൂടുതൽ എക്സാമിൻ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി പേഷ്യൻറ്റ് പെയിൻ ഉള്ളതല്ലേ. എന്നാലും വി ക്യാൻ മെഷർ യൂസിങ് വെർനിയർ കാലിപ്പർ. അതിന് ഓൾമോസ്റ്റ് ഡയമീറ്റർ 10/7 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഈസ് occupying the entire right iliac fossa region. Lump was having a smooth surface, all the margins were defined. Superior margin was almost 10 centimeter below the right costal margin in the midclavicular line. Inferior border of the swelling was 5 centimeter above the anterior superior iliac spine. Medial margin of the lump is palpable 5 centimeter lateral to the midline, and lateral margin is 17 centimeter lateral to the midline on right side. അപ്പോൾ ജസ്റ്റ് ഒരു ലംബ് നമുക്ക് കിട്ടുമ്പോൾ അപ്രോക്സിമേറ്റ് അതിൻ്റെ എക്സ്റ്റെൻഡ് ഇങ്ങനെ ജസ്റ്റ് പറയണം, അതിൻ്റെ സൈസും പറയണം, അതിൻ്റെ എക്സ്റ്റെൻഡും പറയണം. ഓൺ പാൽപേഷൻ ലംബിന് ചെറിയൊരു ഗാർഡിങ് ഉണ്ട്, പേഷ്യൻറ്റിന് പെയിൻ ഉള്ളതുകൊണ്ട് ഒരു ഗാർഡിങ്. ലംബ് ഈസ് ഫേം ഇൻ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്, ഫേം ആണ് ഇവിടെ, ഇമ്മൊബൈൽ ആണ്, നോൺ മൂവിങ് ദ റെസ്പിറേഷൻ. അപ്പോൾ ചോദിക്കുക നോൺ മൂവിങ് ദ റെസ്പിറേഷൻ, അപ്പോൾ ഏതൊക്കെ സ്വെല്ലിങ്സ് ആണ് റെസ്പിറേഷനിൽ മൂവ് ചെയ്യുന്നത്? ആരെ അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ഏതൊക്കെ സ്വെല്ലിംഗ് ആണ് റെസ്പിറേഷനിൽ മൂവ് ചെയ്യുന്നത്? നമ്മൾ എപ്പോഴാണ് ഒരു സ്വെല്ലിങ് റെസ്പിറേഷനിൽ മൂവ് ചെയ്യുമെന്ന് പറയുന്നത്? പറയടേ. റെസ്പിറേഷനിൽ മൂവ് ചെയ്യുന്ന എപ്പോഴാണെന്ന് അറിയോ? വെൻ ദ സ്വെല്ലിംഗ് ഈസ് ഹാവിങ് കണക്ഷൻ വിത്ത് ഡയഫ്രം. സോ ഏതെങ്കിലും ഒരു സ്വെല്ലിംഗ് വിച്ച് ഇസ് ഡയറക്ട്ലി കണക്ട് ടു ഡയഫ്രം വിൽ മൂവ് വിത്ത് റെസ്പിറേഷൻ. അപ്പോൾ ഡയഫ്രമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ള സ്വെല്ലിംഗ് ഒന്ന് ലിവർ ആയിരിക്കാം, പിന്നെ സ്പ്ലീൻ ആയിരിക്കാം, പിന്നെ സ്റ്റൊമക്ക്. അപ്പോൾ ഈ 3 ഓർഗൻസിൽ നിന്ന് വരുന്ന എല്ലാ സ്വെല്ലിംഗും വിൽ മൂവ് വിത്ത് റെസ്പിറേഷൻ. ഇനി സം ഓർഗൻസ് വിച്ച് ആർ ഓൾറെഡി കണക്റ്റഡ് ടു ദ ഓർഗൻസ് വിച്ച് ആർ ഓൾറെഡി കണക്റ്റഡ് ടു ദ ഡയഫ്രം വിൽ ഓൾസോ ഷോസ് മൂവ്മെന്റ് വിത്ത് റെസ്പിറേഷൻ. അതായത് ഗോൾ ബ്ലാഡർ ഡയറക്റ്റ് ഡയഫ്രമായിട്ട് കണക്ഷൻ ഇല്ല, ബട്ട് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ലിവർ വിച്ച് ഈസ് കണക്റ്റഡ് ടു ഡയഫ്രം. അതൊരു ഗോൾ ബ്ലാഡർ വിൽ ഓൾസോ മൂവ് വിത്ത് റെസ്പിറേഷൻ. മനസ്സിലാവും. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്യൂഡോസിസ്റ്റ് ഓഫ് പാങ്ക്രിയാസ്. നോർമലി സ്യൂഡോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിട്രോബ്രിട്ടൽ ഓർഗൻ ആണ്, അതങ്ങനെ റെസ്പിറേഷനിൽ മൂവ് ചെയ്യാറില്ല. പക്ഷേ സ്യൂഡോസിസ്റ്റ് സിസ്റ്റിക് സ്വെല്ലിംഗ് അല്ലേ. അപ്പോൾ സ്യൂഡോസിസ്റ്റ് ഈസ് ഓൾമോസ്റ്റ് ഒക്കുപ്പൈങ് ദ പോസ്റ്റീരിയർ സർഫസ് ഓഫ് സ്റ്റൊമക്ക്. അപ്പോൾ സ്റ്റൊമക്ക് പതുക്കെ മൂവ് ചെയ്യുമ്പോഴും ഈ സിസ്റ്റം പതുക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ 1-2 സ്വെല്ലിങ്ങുകൾ വിൽ ഓൾസോ ഷോസ് മൂവ്മെന്റ് വിത്ത് റെസ്പിറേഷൻ. ഇതല്ലാണ്ട് വേറെ ഒരു സ്വെല്ലിങ്സും നോർമലി ഡോണ്ട് മൂവ് വിത്ത് റെസ്പിറേഷൻ. മനസ്സിലായോ? പിന്നെ അതാണ് ഈ റൈറ്റ് ഇലിയക് ഫോസ ലംബുകളുടെ ഒരു പ്രത്യേകതയായിട്ട് അവർ പറയുന്നത്. പിന്നെ
അപ്പം റൈറ്റിലെ ഫോസയിലെ ലംബം എന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈറ്റ് അനുസരിച്ച് റൈറ്റിലെ ഫോസയാണ് അതിൻ്റെ ലൊക്കേഷൻ സൈസ് പറയണം, അതിൻ്റെ എക്സ്റ്റെൻഡ് പറയണം, അതിൻ്റെ സർഫസ് എങ്ങനെയാണെന്ന് പറയണം, മാർജിൻസ് വെൽ ഡിഫൈൻഡ് ആണോ ഇൽ ഡിഫൈൻഡ് ആണോ എന്ന് പറയണം, ഫേം ആണോ കൺസിസ്റ്റൻസി ഹാർഡ് ആണോ. മലിൻസ് ആണെങ്കിൽ ഹാർഡ് ആയിരിക്കും, ബിനൻ കേസസിൽ മോസ്റ്റ്ലി ഫേം ആയിരിക്കും. പിന്നെ ഇമൊബൈൽ ആണെന്ന് നോക്കണം, അത് ഇൻഫ്ലമേഷൻ കാരണം മൊബിലിറ്റി കാണുന്നില്ല. പിന്നെ ഉള്ള ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ദ റെസ്പിറേഷൻ. പിന്നെ ഇത് ഇൻട്രാ പെരിട്ടോണിയലാണോ റെട്രോ പെരിട്ടോണിയലാണോ നോക്കണം. ഇൻട്രാ അബ്ഡമിനലാണല്ലോ സ്വെല്ലിംഗ്, കാരണം അബ്ഡമിനകത്ത്, അബ്ഡമിന് പുറത്താണെങ്കിൽ ലെഗ് റൈസ് ചെയ്യുമ്പോഴത്തേക്ക് സ്വെല്ലിംഗ് മോർ പ്രോമിനൻ്റ് ആയത്. ഇപ്പോൾ ലെഗ് റൈസിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അബ്ഡമൻ ടൈറ്റ് ആകുമ്പോൾ ഈ സ്വെല്ലിംഗ് കുറച്ചുകൂടെ ലെസ് പ്രോമിനൻ്റ് ആവും, അതുകൊണ്ട് ഇത് ഇൻട്രാ അബ്ഡമിനൽ എന്ന് പറയും. പിന്നെ ഇത് ഇൻട്രാ പെരിട്ടോണിയാണോ റെട്രോ പെരിട്ടോണിയൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ചരിക്കണം. അപ്പോൾ സ്വെല്ലിംഗ് അബ്ഡമൻ്റെ കൂടെ പോകുന്നത് ഇറ്റ് ഈസ് ഇൻട്രാ പെരിട്ടോണിയൽ. പക്ഷേ നമ്മൾ പേഷ്യൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുമ്പോൾ സ്വെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തില്ല, സെയിം സ്ഥലത്ത് തന്നെ നിൽക്കുമെങ്കിൽ ഇറ്റ് ഈസ് റിട്രോ പെരിട്ടോണിയൽ. അതിൻ്റെ പൊസിഷൻ മാറത്തില്ല. റിട്രോ പെരിട്ടോണിയത്തിൻ്റെ പുറകിലല്ലേ, ബവൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ പൊസിഷൻ മാറാറില്ല. മനസ്സിലായോ? അപ്പോൾ ദിസ് ഈസ് ആൻ abdominal intraperitoneal swelling in the right iliac fossa, which is almost 10 into 7 centimeter, which is tender, having smooth surface, well defined margins, and the extent നമ്മൾ പറഞ്ഞു, and there is guarding over the lump, and it is firm in consistency, immobile and not moving the respiration. ഇത്തരം സാധനങ്ങൾ പറയണം. പിന്നെ ലംബ് നമ്മൾ ഇനി നമുക്ക് റൈറ്റിലെ ഫോസിലെ ബാക്കി ലംബുകൾ എന്താ പറയുക, കിഡ്നിയാണ് റൂൾ ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബയോട്ടബിൾ ഇത് നോക്കും. കിഡ്നി ഈസ് നോർമലി ബയോട്ടബിൾ ബട്ട് ആൻഡ് ബൈമാനുവലി പാൽപ്പബിൾ. പക്ഷേ നമ്മുടെ സെല്ലിങ് ഈസ് നോട്ട് ബയോട്ടബിൾ ആൻഡ് നോട്ട് ബൈമാനുവലി പാൽപ്പബിൾ. പിന്നെ ലെഗ് റൈസ് ചെയ്യുമ്പോഴത്തേക്ക് ലെഗ് ഡിഡിൻ ബിക്കം പ്രോമിനൻ ലംബ്. ഇതിനർത്ഥം എന്താ, ഇറ്റ് ഈസ് ആൻ ഇൻട്രാ അബ്ഡമിനൽ സ്വെല്ലിംഗ്. ലിവർ ആൻഡ് സ്പ്ലീൻ ഒന്നും പാൽപ്പബിൾ ആയിരുന്നില്ല. നോ അതർ ലംബ് വാസ് പാൽപ്പബിൾ. എപ്പോഴും നമ്മൾ അബ്ഡമിനൽ ലംബ് കിട്ടും, ബാക്കി അതർ ലംബ്സ് നോക്കണം വേറെ വല്ലതും വരാമെന്ന്. റീനൽ ആംഗിൾസ് പാൽപ്പേറ്റ് ചെയ്തു, ലെഫ്റ്റ് സുപ്രാകാവിയൽ റീജിയൻസ് ഒക്കെ നോർമലാണ്, ഹെർണിയൽ ഓറിഫൈസ് ജെനിറ്റൽ നോർമലാണ്, ബോത്ത് ടെസ്റ്റിസ് ആർ പാൽപ്പബിൾ ഇൻ ദ സ്ക്രോട്ടൽ സാക്ക്. പെർക്കഷൻ നോക്കുമ്പോൾ ലിവർ സ്പാനസ് 14 സെൻറ്റിമീറ്റർ, ലംബോസ് ഡൾ ഓൺ പെർക്കഷൻ ആൻഡ് ഈസ് നോട്ട് കണ്ടിന്യൂസ് വിത്ത് ലിവർ ഡൾനെസ്. അപ്പോൾ ലംബ് പെർക്കഷൻ ഡള്ളായിരുന്നു. റെസ്റ്റ് ഓഫ് ദ അബ്ഡമൻ വാസ് റെസിഡൻറ്റ്. അപ്പോൾ റെസ്റ്റ് അബ്ഡമൻ എല്ലാം ബവലാണ്. ഇവിടെ എന്തോ ഒരു ഡഫി കൺസിസ്റ്റൻസി ഇരിക്കുകയാണ്, ഡള്ളായിട്ടിരിക്കുകയാണ്. നോ എവിഡൻസ് ഓഫ് ഫ്രീ ഫ്ലൂഡ് ഓർഗനോമെഗാലി. ഓസ്കുൾട്ടേഷൻ ഇത് ഐഡിയലി, പക്ഷേ നമ്മുടെ പേഷ്യൻറ്റ് ഭയങ്കര പെയിൻ ഉള്ളപ്പോൾ നമ്മൾ പെർക്കഷൻ ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കേസ് വരുവാണെങ്കിൽ ജസ്റ്റ് പറയുന്നത് പെർക്കഷൻ വാസ് നോട്ട് ഡൺ ആസ് പേഷ്യൻ്റ് ആയിട്ട് സിവിയർ പെയിൻ കേട്ടോ. Auscultation normal bowel sounds were heard. No alteration of bowel sounds of the lumbar. Rectal examination was normal. Cardiovascular systems എല്ലാം നോർമൽ ആയിരുന്നു. അപ്പോൾ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 60-year-old man ആണ്, 2 weeks of acute onset abdominal pain migrated from periumbilical region to right iliac fossa, now has a lump with fever and loose stools. On examination lump എന്തായിരുന്നു, റൈറ്റ് ഇലിയക് ഫോസയിലായിരുന്നു കണ്ടത്. ഒരു ഫുൾനെസ് ഉണ്ട്, പാൽപേറ്റ് ചെയ്തപ്പോൾ ഇറ്റ് ഈസ് ഹാവിംഗ് എ സ്മൂത്ത് സർഫസ്, വെൽ ഡിഫൈൻഡ് മാർജിൻ വിത്ത് ഫേം കൺസിസ്റ്റൻസി, ഇമ്മൊബൈൽ, tender, not move with respiration, and not associated with guarding. Lump was dull on percussion and tender, and not continuous with liver dullness, and rest of the abdomen as system examination unremarkable. ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന ഒരു അപ്പൻഡിക്കുലർ ലംബിനെ കുറിച്ചാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കഷനിലോട്ട് ഇപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഓഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോ. ഞാൻ പെട്ടെന്ന് തീർക്കാം. റൈറ്റ് ഇലിയക് ഫോസ മാസിനകത്ത് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഇവർ ചോദിക്കും, ഏത് അബ്ഡമൻ കിട്ടിയാലും ചോദിക്കും ഹൗ ഡു യു ഡിവൈഡ് ആൻ അബ്ഡമൻ. യു ഹാവ് ടു സേ ദറ്റ് അബ്ഡമൻ ഇസ് ഡിവൈഡഡ് ബൈ 4 ലൈൻസ്, 2 മിഡ് ക്ലാവിക്കുലർ ലൈൻസ്. നിങ്ങൾക്ക് കാണാമല്ലോ, പോയിന്റ് വെച്ച് ഞാൻ കാണിച്ചു തരാം. ദർ ആർ 2 മിഡ് ക്ലാവിക്കുലർ ലൈൻസ് ആൻഡ് 2 ട്രാൻസ്വേഴ്സ് ലൈൻസ്. വൺ ഈസ് ട്രാൻസ്പൈലോറിക് ലൈൻ ആൻഡ് ട്രാൻസ്ട്യൂബക്കുലർ ലൈൻ. ട്രാൻസ്പൈലോറിക് ലൈനിൻ്റെ L1 കൂടാണ് പോകുന്നത്, ട്രാൻസ്ട്യൂബക്കുലർ L5 കൂടാണ് പോകുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ട്രാൻസ്ഫൈലോറിക്ക് L1 കൂടെ ട്രാൻസ്ട്യൂബക്കുലർ L3 കൂടെ പോകും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. L3 L4 അപ്പോൾ പലതും പലതിനകത്ത് അവർ പറയും. അപ്പോൾ ജസ്റ്റ് അറിയേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഓരോരോ കോട്ടനകത്ത് വരുന്ന ഏതൊക്കെ സെല്ലിങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇലിയാക് ഫോസയാണ്, ഇലിയാക് ഫോസിൽ എന്തൊക്കെ വരാം നമുക്കിത് നോക്കാം. ഓക്കെ, പിന്നെ ഇതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് നമുക്ക് അപ്പൻഡിക്സ് അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പൻഡിക്കുലർ ലംബല്ലേ. അപ്പൻഡിക്സിനകത്തുള്ള കുറച്ച് നെയിംഡ് സൈൻസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയേ. നമ്മൾ പേഷ്യൻറ്റ് കഫ് ചെയ്യുമ്പോൾ പെയിൻ വരുവാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഡൺഫി സൈൻ. ഓക്കെ, അപ്പോൾ അപ്പൻഡിക്സിലെ കുറച്ച് നെയിംഡ് സൈൻസാണ്. എക്സാമിനേഴ്സിന് ഭയങ്കര ഫേവറേറ്റ് സൈനാണ് ഡൺഫി. ചുമയ്ക്കുമ്പം പെയിൻ വരും. ഇനി റൗസിങ് സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റൈറ്റ് ലോവർ ക്വാഡ്രന്റിനകത്ത് പെയിൻ വരും. എപ്പോഴാണ് നമ്മൾ ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് നമ്മൾ പ്രഷർ കൊടുക്കും. എന്തുകൊണ്ടെന്നറിയോ? ആർക്കെങ്കിലും അറിയാവോ ഈ റൗസിങ് സൈനിൻ്റെ കോസ് എന്താന്ന്? ലെഫ്റ്റ് ലോവർ അബ്ഡമൻ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റ് അപ്പർ അബ്ഡമനിൽ പെയിൻ എന്തുകൊണ്ടാണ് വരുന്നത് അറിയോ? എന്ന് വെച്ചാൽ ബേസിക്കലി ലെഫ്റ്റ് അബ്ഡമൻ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സിഗ്മോയിഡിലേക്ക് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് എയർ പോയി സീക്കത്തിന് ഡിസ്റ്റൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് സീക്കൻ ഡിസ്റ്റൻറ്റ് ആകുമ്പോൾ അപ്പൻഡിക്സ് ഇൻഫ്ലെയിംഡ് ആവും. ഇൻഫ്ലെയിംഡ് അപ്പൻഡിക്സിനകത്ത് പെയിൻ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടുന്ന് ബവൽ ചാടിയുടെ കംപ്രസ് ആക്കുന്നില്ല. എയർ പോയി സീക്കൽ ഡിസ്റ്റൻസിനാണ് റൗസിങ് സൈൻ്റെ റീസൺ.
ഓക്കെ, പിന്നെ ആരോൺ സൈൻ. ആരോൺ സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പിഗാസ്ട്രത്തിൽ ആൻറ്റീരിയർ ചെസ്റ്റിലൊക്കെ പെയിൻ വരും നമ്മൾ മക്ബർണീസ് പോയിന്റിനകത്തോട്ട് നിൽക്കുമ്പം. അതിന് റീസൺ അവർ പറഞ്ഞു പറഞ്ഞാൽ അപ്പൻഡിക്സിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ എപ്പിഗാസ്ട്രിയം അല്ലെങ്കിൽ അംബ്ലിക്കസുള്ള ടീറ്റൻ ഡെർമറ്റോമി എന്നല്ലേ. അപ്പം അപ്പൻഡിക്സിൽ നമ്മൾ ചെറുതായിട്ട് പ്രസ് ചെയ്യുമ്പോഴും ഈ ഡെർമറ്റോമൽ വെച്ചിട്ട് റേഡിയേഷൻ പെയിൻ വരാം, അത് റെഫേർഡ് പെയിൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അതൊരു സൈനാണ്, ആരോൺ സൈൻ. പിന്നെ ബാസിലസിന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതൊരു ക്രോണിക് അപ്പൻഡിസിൻ്റെ ഫീച്ചറാണ്. നമ്മൾ അബ്ഡമൻ്റെ വോളും ഇലിയാക്ക് മസിലിൻ്റെ ഇടയിൽ കംപ്രസ് ചെയ്യുമ്പോൾ അപ്പൻഡിസിൽ പെയിൻ വരും. ക്രോണിക് അപ്പൻഡിസൈറ്റിസ് ഒക്കെ റിലേറ്റ് ചെയ്യാം. കുറേ നാളായിട്ട് ഇതേകൂട്ട് പെയിനുള്ള പേഷ്യൻ്റ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ ഞെക്കി കൊടുക്കും, ഭയങ്കര പെയിൻ കിട്ടും. ഇനി പെയിൻ ഓൺ എക്സ്റ്റൻഷൻ ഓഫ് ഹിപ്പ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലിയോസോസൈഡ്, നമ്മൾ ഹിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫ്ലെക്സ് ചെയ്തിരിക്കുന്ന പേഷ്യൻ്റ് എക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സീക്കത്തിൻ്റെ പുറകിലാണ് അപ്പൻഡിക്സ് ഇരിക്കുന്നത്. മോസ്റ്റ് കോമൺ പൊസിഷൻ അപ്പൻഡിക്സ് റിട്രോസീക്കൽ അല്ലേ, അപ്പോൾ 70% സീക്കത്തിൻ്റെ പുറകിലായിരിക്കും. അപ്പോൾ റിട്രോസിക്കൽ അപ്പൻഡിസൈറ്റിസിനകത്ത് കാൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സിവിയർ പെയിൻ വരും, അതാണ് ഇലിയോസോസൈഡ്. ഇനി ഒപ്ട്രേറ്റർ സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെൽവിക് അപ്പൻഡിസൈറ്റിസ്. അപ്പോൾ നമ്മൾ കാലിങ്ങനെ ഇന്റേണൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഹിപ്പ് ഇന്റേണൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് വരുന്നത് പെൽവിക് അപ്പൻഡിസൈറ്റിസ് ആണ് ഒപ്ട്രേറ്റർ സൈൻ. ഓക്കെ, ബ്ലംബർഗ് സൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ അപ്പൻഡിക്സിൽ ഇങ്ങനെ ഞെക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ റീബൗണ്ട് അഡ്നസ് ചെയ്യുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് പെരിട്ടോണിയൽ ഇൻഫ്ലമേഷൻ കാരണം സിവിയർ പെയിൻ വരും, അതാണ് ബ്ലംബർഗ് സൈൻ. ടെൻ ഹോൺ സൈൻ എന്ന് പറയുമ്പോൾ അപ്പൻഡിസൈറ്റിസ് ഉള്ള ചില പേഷ്യൻ്റ് ടെസ്റ്റ് ചെയ്തായിട്ട് ട്രാക്ഷൻ കൊടുക്കുമ്പോൾ അവിടെ അവർക്ക് ആ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ലിഗമെൻറ്റുകളുള്ള കോഡൊക്കെ താഴോട്ട് പോകുന്നുണ്ട്, മൊത്തത്തിലുള്ള ട്രാക്ഷൻ താഴോട്ട് കിട്ടും, അങ്ങനെ പെയിൻ വരും. അതാണ് റൈറ്റ് ടെസ്റ്റിക്കുകൾ വലിക്കുന്നതിന് ടെൻ ഹോൺ സൈൻ. അപ്പോൾ ജസ്റ്റ് നെയിംഡ് സൈൻസ് ഒന്നും എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പോവുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇൻസിഷൻസിൻ്റെ അപ്പൻഡിസെക്ടമി എല്ലാവർക്കും അറിയാമല്ലോ. മോസ്റ്റ് കോമൺ ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മക്ബർണീസ് ഇൻസിഷൻ ആണ്. മക്ബർണീസ് ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇടുന്നത്? നമ്മൾ ഇതാണ് അംബ്ലിക്കസ്, ഇവിടെയാണ് ആൻറ്റീരിയർ സൂപ്പർ ഇലിയാക് സ്പൈൻ. അപ്പോൾ ആൻറ്റീരിയർ സൂപ്പർ ഇലിയാക് സ്പൈൻ തൊട്ട് അംബ്ലിക്കസ് വരെ നമ്മളൊരു ലൈൻ വരയ്ക്കണം, അതാണ് സ്പൈനോ അംബ്ലിക്കൽ ലൈൻ. അതിൻ്റെ മീഡിയൽ എത്രയാണ്? 2/3 ലാറ്ററൽ 1/3 തമ്മിലുള്ള ജംഗ്ഷൻ. അപ്പോൾ മീഡിയൽ 2/3 ലാറ്ററൽ 1/3 തമ്മിലുള്ള ജംഗ്ഷൻ ഇവിടെയാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ ദാറ്റ് ഈസ് മക്ബർണീസ് ഇൻസിഷൻ. ഇതിൻ്റെ ഗുണം എന്തായിരിക്കും? നമ്മൾ ആസ് നമ്മളിങ്ങനെ ഇൻസിഷൻ ഇടുമ്പോൾ, സ്കിൻ ഇൻസിഷൻ ഇട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മസിൽസിനെ കട്ട് ചെയ്തില്ല, മസിൽസിനെ സ്പ്ലിറ്റ് ചെയ്ത് എക്സ്റ്റേണൽ ഒബ്ലിക് ഇന്നർ ഒബ്ലിക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ട്രാൻസ്വേഴ്സാലി സ്പേഷ്യ മാത്രമേ കട്ട് ചെയ്തിട്ട് നമ്മൾ അകത്ത് പെരിട്ടോണിയം ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഡയറക്റ്റ് സീക്കം കാണാൻ പറ്റും, സീക്കത്തിനെ പൊക്കിയെടുക്കാൻ പറ്റും. സോ മക്ബർണീസ് ഇൻസിഷൻ മസിൽ സ്പ്ലിറ്റിംഗ് ഇൻസിഷൻ, ഗ്രിഡ് ലൈൻ ഇൻസിഷൻ എന്ന് പറയും. മനസ്സിലായോ? സെക്കൻഡ് മോസ്റ്റ് കോമൺ ഇൻസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്ബർണീസ് ഇൻസിഷനകത്ത്? അതാണ് ലാൻസ് ഇൻസിഷൻ. ഓക്കെ, വായിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പം അതാണ് ലാൻസ് ഇൻസിഷൻ. അപ്പോൾ ലാൻസ് ഇൻസിഷൻ കാണാമല്ലോ ഇവിടെ ഉണ്ട്. ലാൻസ് ഓർ മോഡിഫൈഡ് മക്ബർണി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എന്താണ് ഒരു ട്രാൻസ്വേഴ്സ് സോർട്ട് ഓഫ് ഇൻസിഷനാണ്, ഇങ്ങനെ ഒരു ഇൻസിഷനാണ്. അതിന് കുറേ റൂൾസ് ഉണ്ട് ഇടുന്നതിന്. ആദ്യമേ നമ്മൾ മിഡ് ലൈനിൽ ഒരു ലൈൻ താഴോട്ട് വരയ്ക്കണം, എന്നിട്ട് ഇവിടെ സ്പൈനോ അംബ്ലിക്കൽ ലൈനിൻ്റെ മിഡ് പോയിന്റ് എന്ന ലൈൻ മുകളിലോട്ട് വരയ്ക്കണം, എന്നിട്ട് ഈ ലൈനിൻ്റെ ലൈനും കൂടെ കണക്ട് ചെയ്ത ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഒരു മിഡിൽ 1/3 വരുന്ന ഈ ഒരു ലൈനാണ് എന്ത് നോർമൽ നമ്മൾ ലാൻഡ് ഇൻസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഓൾമോസ്റ്റ് ഹോറിസോണ്ടൽ ഇൻസിഷൻ. ഓക്കെ, ഇറ്റ് ഇസ് എ മോഡിഫൈഡ് മക്ബർണി. അതിന് കുറച്ചും കൂടെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഇൻസിഷൻ ഇടുമ്പോൾ കറക്റ്റ് നമ്മൾ ബേസ് സീക്കത്തിലോട്ട് കുറച്ചുകൂടെ പോകുന്നതാണ് ഇവർ പറയുന്നത്. മക്ബർണി സെൻസ് നമുക്ക് അത്രയും കറക്റ്റായിട്ട് ബേസ് സീക്കത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. ലാൻസിൽ കുറച്ചുകൂടെ ബേസ് സീക്കത്തിൽ പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. റൂദർഫോർഡ് മോറിസൺ ഇൻസിഷൻ, റോക്കി ഡേവിസ്, ഇതൊക്കെ ഓരോ നെയിംഡ് ഇൻസിഷനാണ്. നിങ്ങളത് പഠിച്ചിരുന്നാൽ മതി എന്തെന്നാന്നൊക്കെ ഉള്ളത്. ഉം. ഇനി അലവരാഡോ സ്കോർ എല്ലാവർക്കും ഉണ്ട്. അക്യൂട്ട് അപ്പൻഡിസൈറ്റിസിലെ സ്കോറാണ് അലവരാഡോ. അതെല്ലാവരും പഠിച്ചല്ലേ, മാൻഡൽ MAND അറിയല്ലേ. മാൻഡൽ സ്കോർ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ആ, ഇനി നമ്മൾ റൈറ്റ് ലെഫോസൽ ലംബിനകത്തുള്ള സ്വെല്ലിങ്സ് എന്തൊക്കെ? പരറ്റൽ സ്വെല്ലിങ്സ് എന്തൊക്കെ വരാം? ലൈപ്പോമ വരാം, ഇലിയ ആപ്സിസ് ബറോയിങ്ങിൻ്റെ അബ്ഡമിനൽ വാൾ വരാം, അപ്പൻഡിക്കുലർ ആപ്സിസ് ബറോയിങ്ങിൻ്റെ അബ്ഡമിനൽ വാൾ വരാം, ഡെസ്മോ ട്യൂമർ, പയോജനിക്, ഇതൊക്കെയാണ് പെരറ്റൽ സ്വെല്ലിംഗ്, അതായത് അബ്ഡമിനൽ വാളിന് പുറത്തുള്ള. നമ്മൾ ഇൻട്രാ അബ്ഡമിനൽ ഇൻട്രാ പെരിറ്റോണിയൽ ലംബം എന്തൊക്കെ വരാം? പർട്ടിക്കുലർ മാസ് വരാം, ഇലിയോസിക്കൽ TB വരാം, CA വരാം, മിസെൻട്രിക് ലിംഫ് നോഡ് വരാം, ടൈഫിലൈറ്റിസ്, അതായത് ടൈഫിലൈറ്റിസ് ആണെങ്കിൽ ഇൻഫ്ലമേഷനോ സീക്കംന്നേ ഉള്ളൂ. അക്ടിനോമൈക്കോസിസ് വരാം, ക്രോൺ ഡിസീസ് വരാം, ഒവേറിയൻ സിസ്റ്റോ ഫൈബ്രോയിഡ് ഫീമെയിൽസ് വരാം, ട്യൂബോ ഒവേറിയൻ മാസ് ഇൻറ്റർസെപ്ഷൻ. ഇൻട്രാ അബ്ഡമിനൽ എക്സ്ട്രാ പെരിറ്റോണിയൽ ലംബം എന്തൊക്കെ വരാം? സോയാസോസിസ് വരാം, സാർക്കോമ വരാം, ട്യൂമർ ഫ്രം ദ ബോൺ ആൻഡ് കാർട്ടിലേജ് വരാം, അൺഡിസെൻഡഡ് ടെസ്റ്റിസ്, അൺഅസെൻഡഡ് കിഡ്നി, ഇതിനകത്തൊക്കെയുള്ള ട്യൂമേഴ്സ് വരാം.
സ്പെഷ്യൽ കേസ് ഫീമെയിൽസിൽ ഓവേറിയൻ സിസ്റ്റം ടു ഓവേറിയൻ മാസ് ഫൈബ്രോയിഡ് യൂട്രസ് ഒക്കെ വരാം. അത് വാണ്ടറി ഫൈബ്രോയിഡ് വരാം. സെല്ലിംഗ് എസ്റ്റിൻ ഇമ്മുലോ ഇംഗ്വൻ ലിഗമെന്റ് ഓവേറിയൻ സിസ്റ്റ് സോ സബ്സിസ് ഫെലിഗസ് വരാം. റയറായിട്ട് ആക്ടിനോമൈക്കോസ് സമീമിറ്റൈഫിലൈറ്റിസ് ഒക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഓർത്തു പോകണം. പക്ഷേ ഹെഡിങ് പറയുമ്പോൾ ഇങ്ങനെ പറയാം: പെരട്ടൽ സ്വെല്ലിംഗ്, ഇൻട്രാ പെരട്ടോണിൽ ലംബ് ആൻഡ് എക്സ്ട്രാ പെരട്ടോണിൽ റിട്ടോ പെരട്ടോണിൽ ലംബ്, ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേസിൽ ഇറ്റ് ഈസ് എൻ അപ്പൻഡിക്കുലർ മാസ്, മോസ്റ്റ്ലി എൻ അപ്പൻഡിസൽ ഫ്ലെഗ്മോൺ വിത്ത് പോസിബിൾ എവല്യൂഷൻ ടുവേഴ്സ് എൻ അപ്പൻഡിക്കുലർ ആപ്സിസ്. പ്രോബബിൾ ഡയഗ്നോസിസ് എന്തായിരിക്കും? അപ്പൻഡിക്കുലർ മാസ് വേഴ്സസ് അണ്ടർലൈങ് അപ്പൻഡിക്കുലർ ആപ്സിസ്. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ഫൈൻഡ്സ് എന്താണ്? ദർ ഇസ് എ ടിപ്പിക്കൽ മൈഗ്രേറ്ററി പെയിൻ, ഇനിഷ്യലി ഇറ്റ് വാസ് പെരിഅംബിലിക്കൽ, ദെൻ ലേറ്റർ ടു റൈറ്റ് ലിയഫോസ്. അപ്പോൾ തന്നെ അപ്പൻഡിസൈറ്റിസ് റൂൾ ഡയഗ്നോസിസിൽ വന്നു. ദെൻ ദ പെയിൻ ഓഫ് അഗ്രവേറ്റീവ് ദ മൂവ്മെന്റ് സജസ്റ്റിംഗ് ലോക്കലൈസ്ഡ് പെരിട്ടോണൈറ്റിസ്, 2 week history favoring contained perforation rather than uncomplicated appendicitis, tender itilia fossa mass, firm immobile with guarding, intermittent fever and myalgia, loose stools, absence of urinary symptoms. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് 100% ഇസ് എൻ അപ്പൻഡിക്കുലർ പത്തോളജി. ഓക്കെ, ഇനി അപ്പൻഡിക്സിൽ എന്തുകൊണ്ടാണെന്ന് അറിയോ ഈ മൈഗ്രേറ്ററി അംബ്ലിക്കൽ പെയിൻ വരുന്നത്? കാരണം അപ്പൻഡിക്സിന്റെ ഫസ്റ്റ് വരുമ്പോൾ വിസറൽ പെരിട്ടോണിയം ആയിരിക്കും ഇൻവോൾവ് ആവുന്നത്. വിസറൽ പെരിട്ടോണിയം ഈസ് സപ്ലൈഡ് ബൈ ടീറ്റൻ ഡെർമറ്റോം. ടീറ്റൻ ഡെർമറ്റോം ഓൾസോ സപ്ലൈസ് അംബ്ലിക്കസ്. അതുകൊണ്ടാണ് ആദ്യം വിസറൽ പെരിട്ടോണിയം ഇൻഫ്ലെയിംഡ് ആകുമ്പോൾ അംബ്ലിക്കൽ പെയിൻ വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിസറൽ പെരിട്ടോണിയം എന്നുള്ള ഇൻഫ്ലമേഷൻ പെരൈറ്റൽ പെരിട്ടോണിയത്തിലോട്ട് പോകും. അതുകൊണ്ടാണ് പെയിൻ ലോക്കലൈസ് റൈറ്റ് ലിയഫോസിലോട്ട് വരുന്നത്. സോ ഫസ്റ്റ് ദ പേഷ്യന്റ് ആഡ് റെഫേർഡ് പെയിൻ ടു ദ ടീറ്റം, ദെൻ ഹിറ്റ് ഹാസ് ലോക്കലൈസ് പെയിൻ അറ്റ് ദ റൈറ്റ് ലിയഫോസ. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓരോരോ കോസസ് ഉണ്ട്. അപ്പൻഡിക്കുലർ മാസും ആപ്സസുമാണ് നമ്മുടെ കേസിൽ ഇത് വരുന്നത്. കാർസിനോമ വരണമെങ്കിൽ എല്ലാ 50-year-old പേഷ്യൻറ്റും നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം കാർസിനോമ. ക്രോണിക് ഡിസീസ് ഒക്കെ ലെസ് ലൈക്ലിയാണ്. ഇലോസിക്കൽ ട്യൂബർകുലോസിസ്, വെയിറ്റ് ലോസും ഹിസ്റ്ററി ഒക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ കേസിൽ നമ്മൾ പറയണ്ട. ഇൻവെസ്റ്റിഗേഷൻ എന്താ? റൂട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്യണം. ഇമേജിങ്ങിൽ CECT അബ്ഡമൻ പെല്ലിസ് ആണ് പ്രിഫേർഡ്. എല്ലാ ഇമേജുകളും നമ്മൾ അൾട്രാസൗണ്ട് അബ്ഡമൻ പറയണം. ബിക്കോസ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എന്താണ്? അൾട്രാസൗണ്ട് അബ്ഡമൻ ഈസ് പാർട്ട് ഓഫ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ CCT ആണ്. ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഡിറ്റർമിൻ അപ്പൻഡിക്കുലർ പത്തോളജീസ്, അപ്പൻഡിക്കുലർ ആപ്സസ്, പെർഫറേഷൻ, പ്രസൻസ് ഓഫ് അപ്പൻഡിക്കോലി, ഓൾട്ടർനേറ്റ് ഡയഗ്നോസ് ഒക്കെ പറ്റും. ഇനി മാനേജ്മെന്റ് എന്ന് പറയുന്നത് സീറ്റിൽ അപ്പൻഡിക്കുലർ ഫ്ലെഗ്മൺ വിത്തൗട്ട് ഡ്രൈനബിൾ ആപ്സസ് ആണെങ്കിൽ നമ്മൾ ഓഷണൽ സെല്ലിംഗ് റെജിമെൻ ഫോളോ ചെയ്യണം. ആപ്സസ് അല്ലെങ്കിൽ ഓഷണൽ സെല്ലിംഗ് നിങ്ങൾക്ക് അറിയാലോ: നിൽപ്പർ മൗത്ത്, IV ഫ്ലൂയിഡ്, ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ്, അനാൽജെസിയ, ക്ലോസ് മോണിറ്ററിംഗ്, സീരിയൽ അബ്ഡമൻ എക്സാമിനേഷൻ. സപ്പോസ് ദർ ഈസ് എൻ അപ്പൻഡിക്കുലർ ആപ്സസ്, ഗീവ് IV ആന്റിബയോട്ടിക്സ്, ഇമേജ് ഗൈഡഡ് പെർക്യൂട്ടേനിയസ് ഡ്രെയിനേജ്, സർജറി only in generalized peritonitis or failure to conservative treatment. Okay, sepsis control ആയാലും then we have to operate and do intraperitoneal drainage or extraperitoneal drainage. ആഫ്റ്റർ റിക്കവറി ഓൾഡർ ദാൻ 40 to 50 years ആണ് നമ്മൾ കോളോണോസ്കോപ്പി അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യും. കാരണം എന്തെങ്കിലും സീക്കൽ മാലിനൻസി റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. ഇനി കാരണം മിക്ക കേസിൽ അപ്പൻഡിസൈറ്റിസ് ക്യാൻ ബി ഇനിഷ്യൽ പ്രസന്റേഷൻ ഓഫ് കൊളറക്ടൽ ക്യാൻസർ. ഇന്റർവൽ അപ്പൻഡിസെക്ടമി ആഫ്റ്റർ സക്സസ്ഫുൾ നോൺ ഓപ്പൺ ട്രീറ്റ്മെന്റ് is not universally recommended in adults and should be individualized. അപ്പൻഡിസെക്ടമി നമ്മൾ ഡിപ്പെൻഡിങ് പേഷ്യൻസിനും പേഷ്യൻറ്റിലുണ്ട്. സോ എപ്പോഴും റൂൾ ഔട്ട് എന്ന് പറയുന്നത് ഈവൻ ദ പേഷ്യൻ്റ് ഹാവിങ് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ക്യാൻ ബി എ കൊളറക്ടൽ കാർസിനോമ കേസ് ഇൻ ഓൾഡ് പേഷ്യൻസ്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞാൽ ദേ ഷുഡ് ബി ഗിവൻ എ കൊളോണോസ്കോപ്പി. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ അപ്പൻഡിക്കുലർ കേസ്. ആർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. അപ്പൻഡിക്കുലർ ഫ്ലെഗ്മോൺ ആണ് വരുന്നതെങ്കിൽ, ആപ്സസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗോ ഫോർ ഓഷണൽ സെറിൻ റെജിമെൻ. നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന കാര്യം തന്നെയാണ്. ബട്ട് സപ്പോസ് ഇഫ് ദർ ഈസ് then they will ask when do you want to stop ocean serum regimen. എപ്പോഴായിരിക്കും നിങ്ങൾ ഓഷൻ റെജിമെൻ സ്റ്റോപ്പ് ചെയ്യുന്നത്? സപ്പോസ് ദ പേഷ്യൻ്റ് ഈസ് ഹാവിങ്, നമ്മളൊരു മാർക്ക് ചെയ്യുമല്ലോ ലംബിൻ്റെ സൈസ് കൂടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഇൻക്രീസിങ് ഓഫ് സിംറ്റംസ്, അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓഫ് പെയിൻ ഓർ ഇൻക്രീസിങ് ഓഫ് ഫീവർ. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ സെറിനുള്ള കൺസൾട്ടേറ്റീവ് മാനേജർ സ്റ്റോപ്പ് ചെയ്തിട്ട് then we have to go for intervention. അതിനർത്ഥം എന്തായിരിക്കും? വാട്ട് ഈസ് ദ റീസൺ ഫോർ ഫെയിലിയർ ഓഫ് ഓപ്ഷൻ സെറിൻ റെജിമെൻ? ഇറ്റ് ഈസ് മോസ്റ്റ്ലി എ പെർഫറേറ്റഡ് അപ്പൻഡിസൈറ്റിസ് കോസിങ് അപ്പൻഡിക്കുലർ ആപ്സസ്. അപ്പോൾ ആപ്സസ് വരുമ്പോൾ വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ്? യു ഹാവ് ടു ഗിവ് IV ആന്റിബയോട്ടിക്സ്, ഇമേജ് ഗൈഡഡ് പെർക്യൂട്ടേനിയസ് അൾട്രാസൗണ്ട് ഗൈഡഡ് അയാൾ സീരിയസ് ഗൈഡഡ് ഡ്രെയിനേജ് ചെയ്യണം. സർജറി സൊള്ളി ഫീസിബിൾ ഇഫ് ദർ ഈസ് ജനറലൈസ്ഡ് പെരിട്ടോണൈറ്റിസ് ആൻഡ് ഫെയിലിയർ ഓഫ് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ്. കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു പോയിന്റ് എല്ലാവർക്കും കൊളനോസ്കോപ്പി ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കണം. വേറെ ഒന്നും ഇന്നത്തില്ല, നമ്മൾ മിസ്സായ ഒന്നും സാധനങ്ങളൊന്നുമില്ല. പിന്നെ എന്തായാലും ഈ ഒരു അൽവറഡോ സ്കോർ എന്തായാലും അപ്പൻഡിസൈറ്റിസ് ചോദിക്കും, ഇൻസിഷൻസ് ഓഫ് അപ്പൻഡിസൈറ്റിസ് ചോദിക്കാം. പിന്നെ നെയിംഡ് സൈൻസ്, ഡൺഫി സൈൻ, റൗസിംഗ് സൈൻ, 5-6 നെയിം സൈൻ ചോദിക്കുമ്പോൾ എന്തായാലും മസ്റ്റഡ് ഒപ്റ്റക്ടർ സൈൻ പറയണം. ഒപ്റ്റക്ടർ സൈൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റൊട്ടേഷനിൽ പെയിൻ വരും. അതെപ്പോഴായിരിക്കും? എന്തൊരു അപ്പൻഡിസിൽ? പെല്വിക് അപ്പൻഡിസൈറ്റിസിൽ. പിന്നെ ലെഗ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്ക്, ഹിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പേരുന്ന ഇലിയോസോസ് സൈൻ, ഇലക്ട്രോസിക്കൽ അപ്പൻഡിസൈറ്റിസിൽ. പിന്നെ അബ്ഡമൻ വോൾ റിഡൻഡസിൽ ബ്ലംബർഗ് സൈൻ വരാം. സ്ക്രോട്ടസിൽ ടെൻ ഹോൺ സൈൻ. ആരൺ സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലിയാക്കസ് മസിലും ഇതും കൂടെ കംപ്രസ് ചെയ്യുമ്പോൾ, അല്ല, ആരൺ സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പിഗാസ്ട്രത്തിലോട്ട് പ്രഷർ കൊടുക്കുമ്പോൾ പെയിൻ വരുന്നതാണ് ആരൺ സൈൻ. ബാസിലർ സൈൻ ആണ് നമ്മൾ ഇലിയാക്കസോട്ട് കംപ്രസ് ചെയ്യുമ്പോൾ. കഫ് ചെയ്യുമ്പോഴാണ് ഡൺഫി സൈൻ. ഓക്കെ, റൗസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റോസിംഗ് പോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഞെക്കുമ്പോൾ അപ്പർ സൈഡിലോട്ട് എയർ ഇങ്ങനെ പോയിട്ട് പെയിൻ വരും. അപ്പോൾ ലെഫ്റ്റ് ഇലിയാഫോസ് ഞെക്കുമ്പോൾ റൈറ്റ് ഇലിയാഫോസിൻ്റെ പെയിൻ വരും. ഓക്കെ,
പിന്നെ ഈ ഒരു കോർഡിനേറ്റ്സ് ആകുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ ലൈൻസ് എന്തൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അപ്പൊ ഈ അപ്പൻഡിക്കുലർ ലംബില്? മനസ്സിലായോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവോ? ചേട്ടാ ഏ എന്തോ? ആരോൺസ്റ്റൈൻ ആരോൺ സൈനോ? ആരോൺ സൈൻ എന്ന് പറഞ്ഞാൽ ഈ അപ്പൻഡിസൈറ്റിസിനകത്ത് മെയിൻ സംഭവം നമ്മൾ പറഞ്ഞ എന്തുവാ, ഈ വിസറൽ പെരിറ്റോണിയം ഈസ് സപ്ലൈഡ് ബൈ ടീറ്റൻ ഡെർമറ്റോം എന്നല്ലേ. അപ്പോൾ സപ്പോസ് പേഷ്യന്റിന് അപ്പൻഡിസിൽ ഞെക്കുമ്പോൾ പെയിൻ ഒന്നും ഇല്ല, പെറൈറ്റൽ പെരിറ്റോണിയം ഇൻഫ്ലേംഡ് ആയിട്ടില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഏർലി അപ്പൻഡിസൈറ്റിസിൽ വിസറൽ പെരിറ്റോണിയം മാത്രമേ ഇൻഫ്ലേംഡ് ആയിട്ടുള്ളൂ. അപ്പോൾ വിസറൽ പെരിറ്റോണിയത്തിന് സപ്ലൈ ചെയ്യുന്നത് ആരായിരിക്കും? ടീറ്റൻ ഡെർമറ്റോം അല്ലേ. അപ്പോൾ നമ്മൾ അപ്പൻഡിസിനെ ഞെക്കുമ്പോഴത്തേക്ക് ആ ടീറ്റൻ ഡെർമറ്റോമിൻ്റെ ഏരിയ ആയിട്ടുള്ള ആൻറ്റീരിയർ ചെസ്റ്റ് എപ്പിഗാസ്റ്റ് എന്നൊക്കെയുള്ള ഏരിയസിലൊക്കെ നമുക്ക് ചെറിയൊരു ഇത് തരും. അത്രയേ ഉള്ളൂ ആരോൺ സൈൻ എന്ന് പറയുന്നത്. ഞാനും അങ്ങനെ പഠിച്ചിട്ടുള്ളത്, ഞാൻ വായിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ട്രാൻസ്പൈലോറിക് പ്ലെയിനകത്തുള്ള സാധനങ്ങൾ അറിയോ? വാട്ട് ആർ ദ ഈവൻറ്റ്സ് ഹാപ്പനിങ് ഇൻ ട്രാൻസ്പൈലോറിക് പ്ലെയിൻ? പറയാമോ ആർക്കെങ്കിലും? 5-6 ഈവൻറ്റ്സ് പറയാമോ ട്രാൻസ്പൈലോറിക് പ്ലെയിനകത്തുള്ള? പറയാം, എന്തൊക്കെയുണ്ട് ട്രാൻസ്പൈലോറിക് പ്ലെയിനിൽ? എടാ ആരോൺ സൈൻ അത് തന്നെ. ആരോൺ സൈൻ ഇസ് എ റെഫേർഡ് പെയിൻ ഇൻ ദ അപ്പർ മിഡിൽ അബ്ഡമൻ ഓർ ചെസ്റ്റ് ഏരിയ വെൻ എ ഡോക്ടർ പ്രസസ് ഫാമിലി ഓർ സ്റ്റഡിലി ഓൺ മക്ബണീസ് പോയിന്റ് ഇൻ ദ ലോവർ റൈറ്റ് അബ്ഡമൻ. എന്നുവെച്ചാൽ ബേസിക്കലി അത് തന്നെ പറയുന്നുള്ളൂ. T10 ഡെർമറ്റോം ആണ് റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാവും, റെഫേർഡ് പെയിൻ ഉണ്ടാവും എന്ന് പറയുന്നുള്ളൂ. ജസ്റ്റ് ഒരു വേഗ് പെയിനാണ്, വേറെ ഒന്നുമില്ല. ഉം. പിന്നെ ഈവൻസ് അറ്റ് ഈ ട്രാൻസ്പൈലോറി പ്ലെയിൻ അവർ ചോദിക്കും. ഇവൻസ് ട്രാൻസ്ഫർ പിന്നെ പറയണമെന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ വരാം? ഈ ഹൈലം ഓഫ് റൈറ്റ് കിഡ്നി വരാം, ടെയിൽ ഓഫ് പാങ്ക്രിയാസ് വരാം, സെക്കൻഡ് പാർട്ട് ഓഫ് ഡുവോഡനം, അതൊക്കെ ഉള്ളൂ. ഇപ്പം ജംഗ്ഷൻ പൈലോറസ് അവിടെ വരാം, ജംഗ്ഷൻ കണക്ടിങ് സ്റ്റൊമക്ക് ആൻഡ് ഡുവോഡനം. സെക്കൻഡ് ഡുവോഡനത്തിൻ്റെ ടെർമിനേഷൻ ഓഫ് ഫസ്റ്റ് പാർട്ട് ആൻഡ് കമൻസ്മെന്റ് ഓഫ് സെക്കൻഡ് പാർട്ട് ഓഫ് ഡുവോഡനം ട്രാൻസ്ഫൈലറി പ്ലെയിനിലാണ്. പിന്നെ ഡുവോഡനോ ജിജിനൽ ഫ്ലഷർ, DJ ഫ്ലഷർ. ഡുവോഡനം ഇങ്ങനെ സീ ലൂപ്പ് അല്ലേ, അപ്പോൾ ഡുവോഡനത്തെ സെക്കൻഡ് പാർട്ട് തുടങ്ങി തേർഡ് ഫോർത്ത് ആയിട്ട് വീണ്ടും ജിജിനത്തിലോട്ട് വളയുമല്ലോ, ആ DJ ഫ്ലഷർ അവിടെയാണ്. പിന്നെ ഹോറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ നെക്കോ പാങ്ക്രിയാസിന് കറസ്പോണ്ട് ചെയ്യും. ഓക്കെ. പിന്നെ ഹൈലം ഓഫ് ദ ലെഫ്റ്റ് കിഡ്നി ലൈ എക്സാക്ട്ലി റൈറ്റ് കിഡ്നി അല്ല, ലെഫ്റ്റ് കിഡ്നി ജസ്റ്റ് ട്രാൻസ്ഫെറൽ പ്ലെയിനിലാണ്. റൈറ്റ് കിഡ്നി എവിടെ ആയിരിക്കും? കുറച്ച് താഴെ ആയിരിക്കും, കാരണം ലിവർ ഉള്ളതുകൊണ്ട് റൈറ്റ് കിഡ്നി കുറച്ച് താഴെ ആയിരിക്കും. പക്ഷേ ലെഫ്റ്റ് കിഡ്നി എക്സാക്ട്ലി ട്രാൻസ്ഫെറൽ പ്ലെയിനിലാണ്. പിന്നെ സ്പ്ലീൻ, ആൻറ്റീരിയർ ബോർഡർ ഓഫ് സ്പ്ലീൻ മിഡ് ആക്സൽ ലൈനിൽ ഇവിടെ ആയിരിക്കും ഇരിക്കുക. ഇത്രയാണ് മെയിൻ. പിന്നെ ബ്ലഡ് വെസൽസ് പറയുമ്പോഴത്തേക്ക് അബ്ഡമൽ അയോർട്ട ഒറിജിൻ ചെയ്യുന്നത് ഇവിടെ അബ്ഡമൽ അയോർട്ടയിൽ നിന്ന് സുപ്പീരിയർ മെസെൻറ്റിക് ആർട്ടറി ഒറിജിൻ ചെയ്യുന്നത് ട്രാൻസ്ഫെറൽ പ്ലെയിനിൽ L1-ലാണ്. സീലിയാക് ആർട്ടറി T12 നിന്ന് ഒറിജിൻ ചെയ്യും, L1 നിന്ന് സുപ്പീരിയർ മെസെൻറ്റിക് ആർട്ടറി ഒറിജിൻ ചെയ്യും, L2-ൽ നിന്ന് ഇൻഫീരിയർ മെസെൻറ്റിക് ആർട്ടറി ഒറിജിൻ ചെയ്യും, പിന്നെ L3 L4-ൽ വെച്ചത് ബൈഫർക്കേറ്റ്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ സ്പൈനൽ കോഡ് ടെർമിനേറ്റ് ചെയ്യും, കോണസ് മെഡുലാരിസ് ആയിട്ട് ഇവിടെ ടെർമിനേറ്റ് ചെയ്യും. പിന്നെ സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് പറയുന്നത് എന്താ, തൊറാസിക് ഡക്റ്റിൻ്റെ ഒറിജിൻ അല്ലേ സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് തൊറാസിക് ഡക്റ്റ്. അപ്പോൾ തൊറാസിക് ഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെ നിന്നാണ്, L1 നിന്നാണ്. പിന്നെ ലോവർ പോൾ ഓഫ് ദ സ്പ്ലീൻ ടച്ചസ് ദ പോസ്റ്റീരിയർ ആസ്പെക്ട് ദിസ് ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ സ്പ്ലീനിൻ്റെ ലോവർ പോൾ ഇവിടെ ടച്ച് ചെയ്യും. ഒരു 5-6 പോയിന്റ് ഓർക്കുമ്പോൾ വരുമല്ലോ. ഇത്രയാണ് ട്രാൻസ്പൈലോറിയൽ ഇവൻറ്റ്സ്. എന്തൊക്കെയാണ്? പൈലോറസ് പറയണം, ഡുവോഡനത്തിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് പറയണം, DJ